പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയരെ, പരിശുദ്ധവും രക്ഷാകരവുമായ വലിയ നോമ്പിൻ്റെ 4-ാം ഞായറാഴ്ച കനാന്യ സ്ത്രീയുടെ വിശ്വാസം മൂലം അവൾക്കും അവളുടെ മകൾക്കും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ വലിയൊരു വാഗ്ദാനവും അനുഗ്രഹവും ലഭിക്കുന്നതിനെ നാം ഓർക്കുന്നു. ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. Gospel written by Saint Matthew, chapter 15, verses 21 through 31. യേശു തമ്പുരാൻ യഹൂദനായിരിക്കെ വിജാതിയരുടെ ദേശത്ത് പോയി ഒരു അനുഗ്രഹം നൽകണമെങ്കിൽ അതിന് ഏറെ അർത്ഥതലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ ഒരു സാധാരണ വിശ്വാസം പോലെയല്ല നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ചില പ്രത്യേകതകൾ നമ്മുടെ ബലഹീനമായ ജീവിതത്തോട് ചേർത്ത് ചിന്തിച്ചുകൊണ്ട് ഈ വേദഭാഗം അല്പനേരം ഒരു ധ്യാന വിഷയമാക്കാം. ഒന്നാമതായി, ഈ കനാന്യ സ്ത്രീ 3 പ്രാവശ്യമാണ് തൻ്റെ യാചന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. കുറിയേ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവേ എന്ന പദത്തോടുകൂടി ആ സ്ത്രീ പ്രകടമാക്കിയ വിശ്വാസത്തിൽ 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ആ കനാന്യ സ്ത്രീ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നത് കുറിയേ, കർത്താവേ, ദാവീദ് പുത്ര. ഒരു ഐഡന്റിറ്റിയുടെ ഒരു തികഞ്ഞ ബോധ്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു. യേശുക്രിസ്തു ആരെന്ന ഒരു ഐഡന്റിറ്റി. അവൻ മശിഹായാകുന്നു, അവൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മശിഹായാകുന്നു, രക്ഷകനാകുന്നു എന്നുള്ള ഒരു തികഞ്ഞ ഐഡന്റിറ്റിയോടുകൂടിയാണ്, ബോധ്യത്തോടുകൂടിയാണ് യേശുക്രിസ്തുവിലുള്ള ഒരു ഐഡന്റിറ്റി പ്രകടമാക്കുന്നത്. കർത്താവേ എന്ന് മാത്രം വിളിക്കുമ്പോഴും ആ വിശ്വാസത്തിൽ പ്രകടമായിരിക്കുന്നത് അവൾ യാചിക്കുന്ന വ്യക്തി ആരാണെന്ന്, ആ യേശു ആരാണെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ദൈവം ആരാണെന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം നമ്മുടെ വിശ്വാസത്തിൽ പ്രകടമാകേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, ശിഷ്യന്മാർ ഇടപെട്ട് യേശു തമ്പുരാനോട് പറയുന്നുണ്ട്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും 25-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. വീണ്ടും യേശു തമ്പുരാനെ സമീപിക്കുമ്പോൾ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അവിടെയും കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൽ രണ്ടാമത്തെ ഒരു പ്രത്യേകത ആ സ്ത്രീ പ്രകടമാക്കുന്നത്, അവൾ യേശു തമ്പുരാനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു. ഷീ ബൗഡ് ആൻഡ് വേർഷിപ്ഡ്. പ്രോസെക്യുനെ എന്ന വാക്കാണ് ഗ്രീക്ക് പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പല രോഗികളും യേശു തമ്പുരാന്റെ സന്നിധിയിൽ വന്ന് വീണ് നമസ്കരിച്ചു. ആ മുട്ടുകുത്തലിന്റെ ഒരു അനുഭവം, ആ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന ഒരു അനുഭവം ആരാധനയുടെ ഒരു ഡൈനാമിക്സ് ആണ്. അതിനെ ഒരു ആരാധനയുടെ ഒരു ഡയമെൻഷനിലാണ് വേദപണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഈ രണ്ടാമത് യേശു തമ്പുരാനെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധനയിൽ ആ സ്ത്രീ പ്രകടമാക്കുന്നത് ഒരു ആരാധനയുടെ ഒരു എലിമെന്റ് ആണ്. ആ വിശ്വാസം വെറും ഒരു വിശ്വാസമല്ല, അതിനെ ഒരു ആരാധനയാക്കി മാറ്റുന്ന ഒരു വിശ്വാസമായി മാറണം. പ്രിയമുള്ളവര്, ഇന്ന് നമ്മളെല്ലാവരും പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന വിശ്വാസികളാണ്. പക്ഷെ എത്രമാത്രം അതൊരു ആരാധനയുടെ ഒരു നിഴലിൽ തന്നെ
അനുതാപത്തിൻ്റെ ഒരു തലത്തിൽ തന്നെ അതിനെ ഒരു ആരാധനയാക്കി മാറ്റുന്നുവോ, അത് നമ്മുടെയൊക്കെ ഒരു ആരാധന ഒരു പോംപ് ആൻഡ് ഷോ മാത്രമായി അവശേഷിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഏറെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. നാം ശ്ലൈഹിക പാരമ്പര്യം പിന്തുടർന്ന് നമ്മുടേതായ സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസ പാരമ്പര്യത്തെ അതിനെക്കുറിച്ച് അഭിമാനിക്കുമ്പോൾ നാം ചിന്തിക്കണം, ആ ആരാധനകളൊക്കെ ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ആരാധന അത് സത്യാനുതാപത്തിൻ്റെ തലത്തിലുള്ള ആരാധനയായി മാറുന്നോ, അതിനെ തുടരുന്നോ, അതോ അത് വെറും നിർജീവമായ ഒരു ആരാധനയായി അവശേഷിക്കുന്നുവോ? കനാന്യ സ്ത്രീയുടെ വിശ്വാസം രണ്ടാമതായി പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള കർത്താവിലുള്ള വിശ്വാസം ഒരു ആരാധനയുടെ തലത്തിലുള്ള ഒരു വിശ്വാസമായി മാറണം. ബലിയുടെ സാദൃശ്യത്തിലുള്ള ഒരു വിശ്വാസം ആയിരിക്കണം. അതിലൊരു അനുതാപത്തിൻ്റെ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസവും ആരാധനയായി മാറണം. മൂന്നാമതായി, വീണ്ടും അവഗണിക്കപ്പെട്ടതിന് ശേഷവും ആ സ്ത്രീ പിന്മാറുന്നില്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു മൂലം അപമാനിതയാകുന്നത് കാണുമ്പോഴും ആ സ്ത്രീ പിന്മാറുന്നില്ല. ആ അപമാനം ലിറ്ററലി ഒരു ഇൻസൾട്ടിങ് ഇന്റൻഷനോട് കൂടിയല്ല യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ യേശു തമ്പുരാൻ പറഞ്ഞ ഒരു വാക്യം ഇപ്രകാരമാണ്: മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ നായക്കുട്ടികൾക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുനേറിയ എന്നാണ്. അതത്രയും ഇൻസൾട്ടിങ്, അതിൻ്റെ ഒരു ഡിമിനിറ്റീവ് ഫോമാണ്. പെറ്റ് എന്ന പെറ്റ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണത്. എന്നാൽ തെരുവ് നായകൾക്ക് ഉപയോഗിക്കുന്ന വേറെ ഒരു പദവും കൂടിയുണ്ട്. എന്നാൽ ഇവിടെ അതിനെ പോലും ആ ദാസി സ്വീകരിച്ചുകൊണ്ട്, ആ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് പിന്മാറാതെ വീണ്ടും കർത്താവിനോട് പറയുന്നുണ്ട്, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശു തമ്പുരാൻ അവളോട് പറയുന്നത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. മൂന്നാമതും അതേ കർത്താവെ വീണ്ടും കുറിയെ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു സമ്മതത്തോടുകൂടി, ഒരു ഏറ്റുപറച്ചിലോടുകൂടി, അതേ കർത്താവെ, നായ്ക്കുട്ടികൾ പോലും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഏറ്റുപറച്ചിലിന്റെ അനുഭവത്തോടു കൂടിയാണോ നമ്മുടെ വിശ്വാസം? വീണ്ടും കൗദാശികമായി അതിനെയൊക്കെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് പറയാം. നമ്മുടെയൊക്കെ ഒരു ആരാധന സജീവമായ ആരാധന, ആത്മാവിലും സത്യത്തിലുമുള്ള ഒരു ആരാധനയായി മാറണമെങ്കിൽ, വിശ്വാസമായി മാറണമെങ്കിൽ അതിലൊരു ഏറ്റുപറച്ചിലിന്റെ കൗദാശികമായ അനുഭവം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതൊരു സത്യവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ദൈവവിളി ആവുകയുള്ളൂ, ദൈവത്തിലുള്ള വിശ്വാസം ആവുകയുള്ളൂ. മൂന്ന് തവണയും യേശുക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിൽ 3 പ്രത്യേകതകൾ ഉള്ളടങ്ങുന്നുണ്ട്. ഒന്നാമതായി, യേശുക്രിസ്തു ആരെന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം, ദി ട്രൂ ഐഡന്റിറ്റി ഓഫ് ഹൂ ക്രൈസ്റ്റ് ഈസ്. രണ്ടാമതായി, അവനെ നമസ്കരിച്ചുകൊണ്ട്, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. She approached again Jesus, saying, Lord, help me, and bowed and worshipped him. മൂന്നാമതും ആ വിശ്വാസം പ്രകടമാക്കുമ്പോൾ ഏറ്റവും ഉദാത്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ശ്രേഷ്ഠമായി കാണുവാൻ സാധിക്കുന്നത്, തളർത്തപ്പെടുമ്പോഴും പിന്മാറാതെ ഒരു ഏറ്റുപറച്ചിലിന്റെ ഒരു അനുഭവം. She literally confessed even when she was brought very low. She didn't give up. She rather stayed there and confessed, yes, Lord, I admit, even the dogs eat the crumbs that fall from the master's table. ഈ വിശ്വാസത്തിൽ, നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ ഈ 3 കാര്യങ്ങൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു നിർജീവ വിശ്വാസമല്ല, നേരെ മറിച്ച് യേശു ക്രിസ്തു ആരാണെന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം, അവൻ്റെ ഐഡന്റിറ്റിയിലുള്ള ഒരു ബോധ്യം. രണ്ടാമതായി, അവനെ വീണ് നമസ്കരിക്കുക, സാഷ്ടാംഗം അവനെ വീണ് നമസ്കരിക്കുന്ന
ഒരു ആരാധനാപരമായ വിശ്വാസം. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഭവനത്തിൽ ദൈവത്തെ വിളിച്ച് ജീവിച്ചോളാം, പള്ളിയിൽ തന്നെ പോയി അവനെ ആരാധിക്കേണ്ടിയതായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ നമ്മളെ ഭരിക്കേണ്ടിയതാണ്. പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കുന്ന പ്രൊസേക്യൂനായി അതിലേക്കുള്ള ഒരു വിശ്വാസം വേണം. മൂന്നാമതായി, തളർത്തപ്പെടുമ്പോഴും പിന്മാറാതെ, തോറ്റുപോകാതെ, ഏറ്റുപറച്ചിലിന്റെ അനുഭവത്തോടുകൂടി ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തെ നാം മുറുകെ പിടിക്കണം. അതേ കർത്താവേ, നായ്ക്കുട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശു തമ്പുരാൻ തൻ്റെ രക്ഷാപദ്ധതിയുടെ വലിയ ഒരു വാഗ്ദാനവും അനുഗ്രഹവും അവളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് നൽകുന്നത്. രണ്ടാമതായി, ഈ വേദഭാഗം നമ്മളോട് പ്രതിപാദിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സന്ദേശമുണ്ട്. നാം ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ അതിന് നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് ഏറ്റവും ചേർത്ത് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ആത്മീയ തലത്തിൽ ഈ ഒരു വേദഭാഗം മനനം ചെയ്യുമ്പോൾ നമുക്കൊരു അതിശ്രേഷ്ഠമായ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു മാതാവ് തൻ്റെ മകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു രംഗമാണ്. അവസാനത്തെ ഭാഗം 26ഉം 27ഉം 28ഉം വാക്യങ്ങൾ നാം ഒന്നുകൂടൊന്ന് വായിക്കാം. യേശു തമ്പുരാൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ഇങ്ങനൊരു വാക്യം ഉപയോഗിച്ചത്? മക്കളുടെ അപ്പമെടുത്ത്. അവളുടെ യാചന വളരെ സിമ്പിളായിരുന്നു. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട്, അവളെ ഒന്ന് സൗഖ്യമാക്കണമേ. പക്ഷെ എന്തുകൊണ്ട് കർത്താവ് ഇവിടെ മക്കളുടെ അപ്പമെടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു? നമ്മുടെ ഒരു വ്യക്തി ജീവിതവുമായിട്ട് ഇതൊന്ന് ചേർത്ത് ആത്മീയ തലത്തിലൊന്ന് ചിന്തിക്കാം. ഈ മക്കളാകുവാനുള്ള അവകാശം നമുക്കെല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അത് വിജാതീയ സ്ത്രീക്ക് ലഭ്യമായിട്ടില്ലായിരുന്നു. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ മക്കൾ എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ടെക്നോൺ എന്നാണ്. രണ്ട് വാക്കുകളുണ്ട്, ടെക്നോൺ അതുപോലെ പൈഡിയോൺ. എന്നാൽ പൈഡിയോൺ എന്ന് പറയുന്ന വാക്ക് അത് കുഞ്ഞുങ്ങളുടെ പ്രായത്തെ ഊന്നി പറയുവാൻ തക്കവണ്ണം പ്രായത്തിൻ്റെ ഒരു എലിമെന്റോട് കൂടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്നാൽ ഈ ടെക്നോൺ എന്ന പദം അത് മക്കളുടെ ബന്ധത്തെ കാണിക്കുന്ന, ഇവിടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, എങ്ങനെയാണ് നാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അവകാശം, മക്കൾ, ശൈശവം, അതിനെ കാണിക്കുവാൻ തക്കവണ്ണമാണ് ഈ ടെക്നോൺ, ഒരു റിലേഷൻ കാണിക്കുവാൻ തക്കവണ്ണമാണ് ആ പദം ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് ഇതൊന്ന് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ആത്യന്തികമായ ഒരു ക്രിസ്തീയ ഉദ്ദേശ്യം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ദൈവം പറുദീസയിൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവും സൃഷ്ടിയുമുള്ള ഒരു ബന്ധം, ആ ഒരു മക്കളുടെ അവകാശത്തിലേക്ക് ഞാനും നിങ്ങളും തിരികെ എത്തണം. അതുതന്നെയാണ് വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന വൈദികരും ശുശ്രൂഷകരും ഉൾപ്പെടെ ഈ മദ്ബഹ കയറുമ്പോൾ അതിൻ്റെ പടികൾ ചവിട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്കും എൻ്റെ പൈതൽ പ്രകൃതത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാനും പോകും. പൈതൽ പ്രകൃതം, ഒരു പൈതലീകരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി, പ്രജയ്ക്ക് വേണ്ടി ഇപ്രകാരം അഭ്യർത്ഥിക്കുന്നുവെങ്കിൽ നാം ആകുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ ശൈശവത്തിന് വേണ്ടി ഇങ്ങനെ ദൈവം മുൻപാകെ നിരന്തരം യാചിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നാം ആകുന്ന വ്യക്തി നമ്മുടെ ശൈശവത്തിന് വേണ്ടി, ഒരു പൈതലീകരണത്തിന് വേണ്ടി, ദൈവം പറുദീസയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ ഒരു ബന്ധം, അതിലേക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തെ തിരികെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം പ്രയത്നിക്കണം. ആ ഒരു വിശ്വാസം ഉണ്ടാകണം. വീണ്ടും മദ്ബഹായിലെ വിശുദ്ധ ത്രോണോസിലെ 4 കോണുകളും ചുംബിച്ചുകൊണ്ട്
ഉള്ള പ്രാർത്ഥനയും ശ്രദ്ധേയമാണ്. കർത്താവെ, നിന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ചങ്ങലകളാൽ ഞങ്ങളുടെ പെരുന്നാളുകളെ നീ ബന്ധിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നു, നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, നിന്നെ ഞാൻ സ്തുതിക്കും. നിന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ചങ്ങലകളാൽ ഞങ്ങളുടെ പെരുന്നാളുകളെ നീ ബന്ധിപ്പിക്കണമേ. പിന്നീട് നമ്മുടെ സങ്കീർത്തനത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. എന്താണ് നമ്മുടെ പെരുന്നാൾ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നിമിഷങ്ങളും, അത് നമ്മുടെ ജനനമായിക്കോട്ടെ, ജനനം മുതലുള്ള മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും ഓരോ പെരുന്നാളുകളാണ്. അതെല്ലാം ദൈവമേ, നിന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ചങ്ങലകളാൽ ഞങ്ങളുടെ പെരുന്നാളുകളായിട്ട് അതിനെ ബന്ധിപ്പിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്രകാരം ദൈവമേ, നിന്നോടുള്ള ഒരു ബന്ധം, ദൈവവും ദൈവമക്കളുമാകുന്ന അവകാശം, ആ ഒരു ബന്ധത്തിലേക്ക് എന്നെ നീ പുനഃസ്ഥാപിക്കണമേ എന്നുള്ള ഒരു സമർപ്പണം വിശ്വാസത്തോടുകൂടി ഉണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ വേദഭാഗം ആത്മീയമായി ഒന്ന് മനനം ചെയ്യുമ്പോൾ, ഞാനാകുന്ന വ്യക്തിക്ക് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ശൈശവം, പറുദീസയുടെ അനുഭവത്തിൽ ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു ബന്ധം, ആ ഒരു മക്കളുടെ അവകാശം ദൈവമേ എനിക്ക് നൽകണമേ. നിരന്തരമായും അത് പ്രാർത്ഥനയുടെ നിറവിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. വാക്കുകൾ ഉപസംഹരിക്കാം. യേശു തമ്പുരാൻ യഹൂദനായിരിക്കെ വിജാതിയരുടെ ദേശത്ത് പോയി ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിച്ചപ്പോൾ, ദൈവം എനിക്ക് ഏറെ നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷെ ദൈവഹിതത്തിന് നിരക്കാത്ത ചില പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം അതിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. ഒന്ന് മാത്രം മതി, വിശ്വാസം. ആ വിശ്വാസത്തിൽ 3 കാര്യം പ്രകടമായിരിക്കണം. യേശു ക്രിസ്തു ആരാണെന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം, അവൻ്റെ ഐഡന്റിറ്റി. അവനെ വീണ് നമസ്കരിച്ച് ആരാധിക്കുന്ന തലത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസം. 3-മതായി, നമ്മളെ തളർത്തുന്ന അനുഭവങ്ങളിലും അവനെ വിട്ടുമാറാതെ ഏറ്റുപറച്ചിലിൻ്റെ ഒരു കൗതാശികമായ അനുഭവത്തോടു കൂടി ആ വിശ്വാസത്തിൽ നാം നിലകൊള്ളണം. അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവമേ, നീയുമായിട്ടുള്ള ഒരു ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ ഉള്ള ഒരു ശൈശവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈ പരിശുദ്ധ നോമ്പുകാലത്ത് നമുക്ക് മുന്നേറാം. ദൈവമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.